ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ടാക്സിൻ്റെ മീനിങ് എന്താണെന്നും അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ടാക്സസ് അല്ലേ, ഏതൊക്കെ ടൈപ്പ് ടാക്സ് ഉണ്ട്, ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനി ഡയറക്റ്റ് ടാക്സിനെ കുറിച്ച് നമ്മൾ കുറച്ചും കൂടി ലാസ്റ്റ് അസസ്മെൻറ്റ് ഇയറിലെ 2024-25 അസസ്മെൻറ്റ് ഇയറിലെ ടാക്സ് കളക്ഷനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മളുടെ വെൽത്ത് ടാക്സിനുള്ള ഒരു ഡയറക്റ്റ് ടാക്സിൽ തന്നെ ഇൻകം ടാക്സ് കൂടാതെ വെൽത്ത് ടാക്സ് ഉണ്ടായിരുന്നു 2015 ആ ഒരു സമയങ്ങളിൽ അത് അബോളിഷ് ചെയ്തതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. നമുക്കറിയാം അതിൻ്റെ ഒപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈസ് ഇൻഡയറക്റ്റ് ടാക്സുകൾ അല്ലേ. ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ മുനിസിപ്പാലിറ്റിയൊക്കെ വാങ്ങിക്കുന്ന മുനിസിപ്പൽ ടാക്സ്, അതുപോലെ സെയിൽസും നമുക്ക് ഇപ്പോൾ GST വന്നതോടുകൂടിയിട്ട് ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണെങ്കിലും ബിഫോർ GST 2017 ജൂലൈ 1-ാം തീയതിക്ക് മുമ്പായിട്ട്, ഇപ്പോൾ 2017 ജൂലൈ 1-നാണ് GST വന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന സെയിൽസ് ടാക്സ്, സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, അതുപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ ഇതൊക്കെ ഇൻഡയറക്റ്റ് ടാക്സുകളാണ്. കാരണം ഇത് ഡയറക്റ്റ്ലി ആ ഒരു ടാക്സ് കൊടുക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നല്ല ഗവൺമെൻറ് കളക്ട് ചെയ്യുന്നത്, പകരം ഗവൺമെൻറ് മറ്റൊരാളുടെ മുകളിലാണ് അതായത് ആ ഒരു ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. അതിലോട്ട് നമ്മൾ വരും. അപ്പോൾ അതുകൊണ്ടാണ് അതിന് എന്ത് വിളിച്ചിരുന്നത്? ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ മുനിസിപ്പൽ ടാക്സ് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മുനിസിപ്പാലിറ്റി പല കാര്യങ്ങളും നിന്നിട്ട് ടാക്സ് ചാർജ് ചെയ്യുന്നുണ്ട്. ഈവൻ റെന്റ് കാര്യങ്ങളൊക്കെ മുനിസിപ്പാലിറ്റിയിൽ നിന്നിട്ട് ടാക്സ് ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെയിൽസ് ടാക്സ് സോ ഗവൺമെൻറ് ചാർജ് ചെയ്യുന്ന, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ചാർജ് ചെയ്യുന്ന സെയിൽസ് ടാക്സ്, വാറ്റ് ഇപ്പോൾ അത് GST ആയി. സർവീസുകൾ സോ ഇപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ, ഇൻഷുറൻസ് അങ്ങനെയുള്ള സർവീസുകൾക്ക് സർവീസ് ടാക്സ്. അതുപോലെ മറ്റൊരു ടാക്സാണ് എക്സൈസ് ഡ്യൂട്ടി അല്ലേ. ഇപ്പോൾ എക്സൈസ് ഡ്യൂട്ടി എന്നുള്ളൊരു ടാക്സ് നോർമലി ഇപ്പോൾ ടാക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലൊരു അറിവ് വേണ്ട, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രാക്ടിക്കലി കാണാൻ പറ്റുന്ന ചില ഏരിയാസാണ്, അല്ലെങ്കിൽ ടാക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കൊരു അറിവ് വേണ്ട ഏരിയാസാണ്. ഇപ്പോൾ സിനിമകൾ പലതും കാണുമ്പോൾ അല്ലെങ്കിൽ പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ടാക്സ് കുറേയൊക്കെ നമുക്ക് അതിലോട്ട് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു സിനിമയുടെ ഒരു എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ എക്സൈസ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ 2001 2001 ആ ഒരു സമയങ്ങളിലൊക്കെ ഒരു ലഗാൻ എന്നുള്ളൊരു സിനിമ അമീർ ഖാൻ്റെ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും. 2001 ഇറങ്ങിയൊരു പടമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുന്ന ഒരു സീനുണ്ട്. ഓർമ്മ ഉണ്ടായിരിക്കും പലർക്കും, കണ്ടവർക്ക്. അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയയാണ് അത്. അപ്പോൾ അവിടെ നമ്മൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ് അന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ആ ഒരു സ്റ്റോറിയിൽ, പടത്തിലെ കഥയിൽ പറയുന്നത്. അപ്പോൾ അന്ന് അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതിൻ്റെ, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യണം? ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യണം? ടാക്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു കഥ നടക്കുന്ന സമയങ്ങളിൽ ഒരു 1-2 വർഷമായിട്ട് 2 വർഷങ്ങളിലായിട്ട് മഴയൊന്നും പെയ്യാത്തത് കൊണ്ട് ഈ പ്രൊഡക്ഷനൊക്കെ, അഗ്രികൾച്ചർ പ്രൊഡക്ഷനൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ടാക്സ് കൊടുക്കാൻ അതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ അവിടുത്തെ ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ക്രിക്കറ്റ് മാച്ച് വെക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാച്ചിൻ്റെ ഒരു ബെറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു മാച്ചിൽ ഇന്ത്യൻ വില്ലേജേഴ്സ് അവർ ജയിക്കുകയാണെങ്കിൽ അടുത്തൊരു 3 വർഷത്തേക്ക് എന്തുണ്ടാവില്ല? ടാക്സ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് ബ്രിട്ടീഷുകാരാണ് ജയിക്കുന്നതെങ്കിൽ ടാക്സ് എന്ത് ചെയ്യും? അവർ 3 times ഒക്കെ ആക്കുന്ന ഒരു കണ്ടീഷനൊക്കെ വെച്ചിട്ടാണ് ആ മാച്ച് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ മാച്ച് നടക്കുന്നു. അതിലെന്ത് ചെയ്യുന്നു? ഇന്ത്യൻ വില്ലേജേഴ്സ് എന്ത് ചെയ്യുന്നു? അതിൽ മാച്ച് വിൻ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അവിടെ അത് ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ, അവിടെ ഒരു എക്സൈസ് ഡ്യൂട്ടി ഇതാണ് പറഞ്ഞത്. അതായത് അവിടെ ആ വില്ലേജേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ, അഗ്രികൾച്ചർ പ്രൊഡ്യൂസിൻ്റെ ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ കുറച്ച് പോർഷൻ എന്ത് ചെയ്യണം? മാർക്ക് കൊടുക്കണം. ബ്രിട്ടീഷ് അന്ന് റൂളിംഗ് ഗവൺമെൻറ് ആയിട്ടുള്ള ബ്രിട്ടീഷേഴ്സിന് എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ അതൊരു പ്രൊഡക്ഷനിൽ നിന്ന് തന്നെ കൊടുക്കുന്ന ഒരു ഇതാണ്. ദാറ്റ് ഈസ് ഒരു പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചർ. എക്സൈസ് ഡ്യൂട്ടിയുമായി നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചർ. പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചർ നടക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? എക്സൈസ് ഡ്യൂട്ടി കൊടുക്കേണ്ടി വരാം. അപ്പോൾ അന്നവിടെ ഈ സിനിമയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ വില്ലേജ് ജയിച്ചിട്ട് അങ്ങനെ അവിടെ ടാക്സ് ഇല്ലാണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ 2017 ഈ ഒരു ഇൻഡയറക്റ്റ് ടാക്സുകൾ, ഇപ്പോൾ ഇവിടെ കസ്റ്റംസ് ഡ്യൂട്ടി ഇവിടെ നിൽക്കട്ടെ. സോ അതൊഴികെയുള്ള ഇൻഡയറക്റ്റ് ടാക്സുകൾ, മുനിസിപ്പാലിറ്റി ടാക്സും വേറെ ഉണ്ട്. ബാക്കിയുള്ള ടാക്സുകൾ, സെയിൽസ് ടാക്സ്, സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മെർജ് ചെയ്തിട്ട് ഇപ്പോൾ പല ടാക്സ് ആയിട്ട് ചാർജ് ചെയ്യാതെ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസും എല്ലാം കൂടി മെർജ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ GST ആണ് ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് 2017 ജൂലൈ 1-ാം തീയതി മുതൽ. ഇനി അടുത്തത് കസ്റ്റംസ് ഡ്യൂട്ടിയിലോട്ട്. ഈ ലഗാൻ എന്നുള്ള സിനിമ തന്നെ ഞാൻ പറഞ്ഞ പോലെ ടാക്സിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നല്ലൊരു ഫിലിമാണ്. അതുകൊണ്ട് തന്നെ 2001 ആ ഒരു റിലീസ് സമയത്തൊക്കെ
UP MP പോലെയുള്ള സ്റ്റേറ്റുകളൊക്കെ ഈ തിയേറ്ററിൽ, അപ്പം അതും ഒരു ടാക്സ്. തിയേറ്ററിൽ നമ്മൾ ഫിലിം കാണാൻ പോകുമ്പോൾ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഉണ്ട്. ആ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് അടക്കം എക്സംപ്റ്റ് ചെയ്ത് കൊടുത്തില്ല. കാരണം ഇന്ത്യക്കാർ ആ ഫിലിം കണ്ടിട്ട് നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ടാക്സിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതിനൊന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൂവി ടിക്കറ്റുമേ ചാർജ് ചെയ്യുന്നൊരു ടാക്സ് എന്ത് ചെയ്തു, ഈ സ്റ്റേറ്റുകൾ UP MP സ്റ്റേറ്റുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സംപ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലത്തെ ആൾക്കാർ ആ ഫിലിം വന്ന് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടാക്സിൻ്റെ ടോപ്പിക്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ടാക്സുകൾ അല്ലെങ്കിൽ അന്നത്തെ ഒരു കാര്യങ്ങളെ കാണിക്കുന്ന ഒരു നല്ലൊരു ഫിലിമായിരുന്നു. ഓക്കെ, എനിവേ തിരിച്ചു വരാം. അപ്പോൾ അതുപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി, എനിക്ക് കസ്റ്റംസ് ഡ്യൂട്ടിയിലോട്ട് വരികയാണെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി ഇപ്പോഴും നിലവിലുണ്ട്. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിളാണ് കസ്റ്റംസ് ഡ്യൂട്ടി എങ്കിലും സ്റ്റിൽ GST ആയിട്ട് അത് മെർജ് ചെയ്തിട്ടില്ല. കാരണം ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കസ്റ്റംസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം 1962 കസ്റ്റംസ് ആക്ട് എന്ന് ഇപ്പോഴും നിലവിലുണ്ട്. അതിൻ്റെ ഇതിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇമ്പോർട്ട് എക്സ്പോർട്ടിൻ്റെ കേസിൽ എന്ത് ചെയ്യുന്നത്, കസ്റ്റംസ് ഡ്യൂട്ടി ചാർജ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റംസ് പൊതുവെ പല സ്റ്റുഡൻസ് അല്ലെങ്കിൽ പലരും വിചാരിക്കുന്നത് ഇമ്പോർട്ടുമ്പോൾ മാത്രമാണെന്നാണ്. എനിക്ക് കസ്റ്റംസ് ഇമ്പോർട്ടിൽ മാത്രമല്ല. കസ്റ്റംസിൻ്റെ ലോജിക്ക് എന്തുകൊണ്ട് ഈ കസ്റ്റംസ് എന്നുള്ള വേർഡ് ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. പണ്ട് കാലത്ത് ഒരു രാജ്യത്ത് നിന്ന് എനിക്ക് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കൺട്രി, ഇപ്പോൾ കൺട്രി 1, അപ്പോൾ ഇതുപോലത്തെ ഇവിടെ ഒരു കൺട്രി 2 ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ കൺട്രി 1 ഒരാൾ എന്താണ് കൺട്രി 2 എന്ത് ചെയ്യാണ്, ഓക്കെ, കച്ചവടത്തിന് പോവുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു രാജാവ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ നമ്മൾ രാജ 2. ഓക്കെ, സോ അപ്പോൾ കൺട്രി 2 രാജാവ് ഉണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് നമ്മൾ കച്ചവടം ചെയ്യാൻ കൊണ്ടുപോകുന്ന ഗുഡ്സിൻ്റെ കുറച്ച് ഭാഗം എന്ത് ചെയ്യണം, അവിടെ നമ്മൾ കൊടുത്തിട്ട് വേണം, ഒരു ടാക്സിൻ്റെ രൂപത്തിൽ അവിടെ കൊടുത്തിട്ട് വേണം. നമ്മൾ ബാലൻസ് ഉള്ളത് മാത്രമേ ആ രാജ്യത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കച്ചവടം ചെയ്യാനായിട്ട് അനുവദിക്കുള്ളൂ. അപ്പോൾ കൺട്രി 1 ഒരാൾ സോ സെല്ലർ ഇവിടെ പോയിട്ട് എന്ത് ചെയ്യാണ്, സെല്ല് ചെയ്യാണെന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹം തന്നെ അവിടെ രാജാവിന് അങ്ങനെ ഒരു ആചാരം നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആചാരം പിന്നീട് എന്ത് ചെയ്തു, ഗുഡ്സ് കൊടുക്കുന്നതിന് പകരം പൈസ കൊടുക്കുന്ന രൂപത്തിലോട്ടായിട്ട് മാറി. അങ്ങനെയാണ് അത് കസ്റ്റം. ഓക്കെ, നമുക്കറിയാം കസ്റ്റം എന്ന് വെച്ചാൽ എന്താണ് മീനിങ്, ആചാരം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് അത് കസ്റ്റംസ് ആക്ട് ആയിട്ട് മാറിയത്. ഇൻഡിപെൻഡൻസിന് ശേഷം 1961 ഇൻകം ടാക്സ്, 1962 കസ്റ്റംസ് ആക്ട് എന്ത് നിലവിൽ വന്നു. അപ്പോൾ ഈ കസ്റ്റംസ് ആക്ടിന് ആ ഒരു പേര് വരാൻ കാരണം തന്നെ ഇങ്ങനെ ഒരു ആചാരം പണ്ട് മുതൽ എന്തെങ്കിലും നിലവിലുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. പക്ഷെ ഇപ്പോൾ പകരം എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിൻ്റെ കേസിൽ ഈ ഗുഡ്സിൻ്റെ ഒരു പെർസെൻറ്റേജ് കൊടുക്കുന്നതിന് പകരം പൈസ ആയിട്ടാണ് ഇതിൻ്റെ ടാക്സ് ചാർജ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടുമലും എക്സ്പോർട്ടുമലുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് ഇന്ത്യയിലോട്ട് ഗുഡ്സ് ഇപ്പോൾ നമ്മൾ കൊച്ചിയിലൊക്കെ ഇമ്പോർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന കേസിലാണെങ്കിലും കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്. പക്ഷേ എക്സ്പോർട്ട് വളരെ ലിമിറ്റഡ് ആണ്. കാരണം ഗവൺമെൻറ് എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് എല്ലാ ഗുഡ്സും പോലും എന്തില്ല, കസ്റ്റംസ് ഡ്യൂട്ടി എക്സ്പോർട്ടിൻ്റെ കേസിലില്ല. പക്ഷേ കുറേയൊക്കെ ഇമ്പോർട്ടിൽ ഒരു ഇത് എല്ലാ കേസിലൊക്കെ എന്നാലും എക്സംഷൻസ് ഒക്കെ ഉണ്ട് കുറേയൊക്കെ. എക്സ്പോർട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇമ്പോർട്ടിൻ്റെ കേസിൽ എന്താണ് ടാക്സ് കൂടുതലാണ്, എക്സംഷൻസ് കുറവാണ്. പക്ഷേ എക്സ്പോർട്ടിൽ വളരെ റെയറായിട്ട് മാത്രം കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ടാക്സ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സുകളുടെ ടൈപ്പ് ഓഫ് ടാക്സസ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതുവരെ നമ്മൾ ടൈപ്പ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ഏതാണെന്നും ടൈപ്പ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ഏതാണെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞ നമ്മൾ കഥയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനെ DT IDT. ഓക്കെ, സോ നമ്മുടെ ടോപ്പിക് നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് തന്നെയല്ലേ DT IDT. അപ്പോൾ ഈ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും നമ്മുടെ ഡിഫറൻസ് എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആരുടെ മുകളിലാണ് അല്ലെങ്കിൽ ആരാണ് പേ ചെയ്യുന്ന വ്യക്തി ആരാണ് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റ് ടാക്സിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് പേ ചെയ്യുന്നത്? സോ ഇറ്റ് ഈസ് ബെനഫിഷ്യറി എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കറിയാം ടാക്സിൻ്റെ കേസിൽ ഗവൺമെൻറ്റിലോട്ട് നമ്മൾ ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഗവൺമെൻറ് നമുക്ക് ഡയറക്റ്റ്ലി അല്ലെങ്കിലും നമുക്കൊരു സർവീസ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തില്ല, ഡയറക്റ്റ് കൺസിഡറേഷൻ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. എന്താണ് ടാക്സ്, എന്താണ് ഫീസ് തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാക്സിൻ്റെ കേസിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് കൺസിഡറേഷൻ കിട്ടുന്നില്ല, പക്ഷേ ഫീസ് കൊടുക്കുമ്പോൾ ഗവൺമെൻറ് ഡയറക്റ്റ് കൺസിഡറേഷൻ തരുന്നുണ്ട് അല്ലേ. അപ്പോൾ ടാക്സിൻ്റെ കേസിൽ എനിവേ നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഗവൺമെൻറ് പബ്ലിക് എക്സ്പെൻഡിച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് മീറ്റ് ചെയ്യുന്നത് ഈ ഒരു ടാക്സ് എമൗണ്ടിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിഷ്യറി കൂടിയാണ് നമ്മൾ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എല്ലാവർക്കും വേണ്ടിയിട്ടും ഓക്കെ, സോ പബ്ലിക്കിന് മൊത്തത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളുടെ ഒരു ബെനിഫിഷ്യറിയാണ് നമ്മൾ. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഈ ബെനിഫിഷ്യറി ആയിട്ടുള്ള ഞാനൊരു ബെനിഫിഷ്യറിയാണ്, ഞാനാണ് എന്ത് ചെയ്യുന്നത് ഡയറക്റ്റ് ടാക്സ് എന്ത് ചെയ്യുന്നത് ഡയറക്റ്റ്ലി ഗവൺമെൻറ്റിലോട്ട് പേ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സോ നമുക്ക് ഡയറക്ട്ലി ടു ഗവൺമെൻറ് ആര് ബൈ ബെനിഫിഷ്യറി അല്ലേ.
സോ ഈ ഒരു ബെനിഫിഷ്യറി ആയിട്ടുള്ള ഞാൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ്റിലോട്ട് എന്ത് ചെയ്യുന്നത്, ടാക്സ് കൊടുക്കുന്നത് അല്ലേ. നേരെ കുറച്ച് ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിലോ, ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ അഗെയിൻ ഇൻഡയറക്റ്റ് ടാക്സ് ഗവൺമെൻറ്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ ടാക്സ് ഗവൺമെൻറ് പബ്ലിക് എക്സ്പെൻഡിച്ചർ കൊണ്ട് ചിലവഴിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബെനിഫിഷ്യറിയും കൂടി ഞാൻ തന്നെയാണ്. പക്ഷെ ഞാനല്ല ഗവൺമെൻറ്റിലോട്ട് അടക്കുന്നത് അല്ലേ. ഇപ്പം ഞാനിപ്പോൾ ഒരു പേന വാങ്ങിക്കുമ്പോൾ, ഞാനിപ്പോൾ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ, ഞാൻ ആ ലാപ്ടോപ്പിൻ്റെ വാല്യൂവിൻ്റെ കൂടെ അതിൻ്റെ പ്രൈസിൻ്റെ അകത്ത് എന്തുണ്ട്, ടാക്സും കൂടി അടക്കം ഞാൻ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ ലുലു മാളിൽ നിന്നൊരു ലാപ്ടോപ്പ് വാങ്ങിക്കുന്നു. അപ്പോൾ ഞാൻ ലുലു മാളിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ യൂസ്വലിക്കാട് ലുലു മാൾ എന്നുള്ള കമ്പനിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ലാപ്ടോപ്പിൻ്റെ പ്രൈസിൻ്റെ കൂടെ തന്നെ പ്രൈസിൻ്റെ അകത്ത് നിന്ന് ടാക്സും കൂടി ഇൻക്ലൂഡ് ആണ്, ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ GST അടക്കം നമ്മളൊരു പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ദെൻ ലുലു മാൾ എന്ത് ചെയ്യുന്നു, അവരുടെ GST റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യുന്ന സമയത്ത് അവർ ടാക്സ് പേ ചെയ്യുന്നു. അപ്പോൾ ബെനിഫിഷ്യറി, ഈ ഒരു രാജ്യത്തിലെ ഗവൺമെൻറ് സർവീസുകളുടെ ബെനിഫിഷ്യറി ഞാനാണെങ്കിലും പക്ഷെ ഞാൻ ഡയറക്ട്ലി ഗവൺമെൻറ്റിലോട്ട് അടക്കുന്നില്ല, ഇൻഡയറക്ട്ലി ആണ് അടക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ അതിൻ്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാം ഇൻഡയറക്ട്ലി ടു ഗവൺമെൻറ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ടാക്സിൻ്റെ പേര് ഇൻഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്, സോ ഇവിടെ ഡയറക്ട്ലി ടു ഗവൺമെൻറ് ആണ് ബൈ ദ ബെനിഫിഷ്യറി, നേരിട്ട് അടക്കുമ്പോൾ. ഇവിടെ ഇൻഡയറക്ട്ലി ടു ഗവൺമെൻറ്, ബെനിഫിഷ്യറി ആർക്ക് കൊടുക്കുന്നു, സപ്ലയർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ സെല്ലർ സർവീസ് പ്രൊവൈഡർക്ക് കൊടുക്കുന്നു. ദെൻ അദ്ദേഹത്തിലൂടെ ആ സെല്ലറിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ്റിലോട്ട് പേ ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ആ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ആൻഡ് കളക്ട് ചെയ്യുന്നത് അല്ലേ, ഇമ്പോസ്ഡ് ആൻഡ് കളക്റ്റഡ് ഓൺ ദ സെയിം പേഴ്സൺ അല്ലേ, ഓൺ സെയിം. കാരണം എൻ്റെ മുകളിലാണ് ഇപ്പം എനിക്ക് സാലറി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ ചാർജസ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ടാക്സ് ലെവി ചെയ്തിട്ടുള്ളത് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്തിട്ടുള്ള എൻ്റെ മുകളിൽ തന്നെയാണ്. എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ടാക്സ് നിന്ന് കളക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ. നേരെ മറിച്ച് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ സോ ഗവൺമെൻറ് ലെവി ചെയ്യുന്നത് ഓക്കെ, അതുപോലെ തന്നെ അത് ലെവി ഇമ്പോസ് ചെയ്യുന്നത് കളക്ട് ചെയ്യുന്നതും ഡിഫറെൻറ്റ് പേഴ്സൻ്റെ നിന്നാണ് അല്ലേ. അപ്പോൾ അഥവാ ഇവിടെ ഇമ്പോസ് ചെയ്യുന്നത് ആൻഡ് കളക്റ്റഡ് ഓൺ ദ ഡിഫറെൻറ്റ് പേഴ്സൺ. ഓക്കെ, നോക്കിയാൽ അറിയാം ആക്ച്വലി ഞാനാണ് ടാക്സ് കൊടുക്കുന്നത്, പക്ഷെ അത് ആരിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്, ഇപ്പോൾ ലുലു മാളിൽ നിന്നാണ് എന്താ പറയുന്നത് കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലുലു മാൾ എൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ഇതോടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ബർഡൻ ഷിഫ്റ്റ് ആവുന്നുണ്ട്. അതിലോട്ട് നമ്മൾ അടുത്ത പോയിന്റിലോട്ട് വരുന്നത് നോക്കാം. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ ഇമ്പോസ് ചെയ്യുന്നതും അതുപോലെ തന്നെ കളക്ട് ചെയ്യുന്നതും സെയിം പേഴ്സൻ്റെ കയ്യിൽ നിന്നല്ല, ഡിഫറെൻറ്റ് പേഴ്സൻ്റെ കയ്യിൽ നിന്നാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സപ്ലയർ മുകളിലോട്ടാണ്. ഇപ്പോൾ സപ്ലൈ ചെയ്യുന്നവൻക്കാണ് എന്ത് ചെയ്യുന്നത്, ലെവി ചെയ്യുന്നത്. ഓക്കെ, GSTയുടെ കേസ് നോക്കുകയാണെങ്കിൽ GSTയുടെ സെക്ഷൻ നമ്പർ 9 എന്നുള്ളതിൽ ലെവി ആൻഡ് കളക്ഷൻ നോക്കുമ്പോൾ നമുക്കറിയാം. സോ ലെവി ചെയ്യുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് ലെവി ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അത് കളക്ട് ചെയ്യുന്നത് ആക്ച്വലി ആ ടാക്സ് ആരുടെ കയ്യിൽ നിന്നാണ്, കൺസ്യൂമറുടെ കയ്യിൽ നിന്ന്, എൻഡ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിട്ട് ദെൻ അത് സപ്ലയർ ഗവൺമെൻറ്റിലോട്ട് അടക്കുന്നു. അപ്പോൾ അതിൽ ആക്ച്വൽ ടാക്സ് പെയറും ദെൻ ഗവൺമെൻറ്റിലോട്ട് ടാക്സ് അടക്കുന്ന ആളും എന്നിട്ട് ഡിഫറെൻ്റ് ആണ്. അതിന് ഇമ്പോസ് ആൻഡ് കളക്റ്റഡ് ഓൺ ഡിഫറെൻറ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ടാക്സിൻ്റെ ഇതുവരെയുള്ള നമ്മുടെ ഡിസ്കഷൻ നമുക്ക് മനസ്സിലായിരുന്നു. ഡയറക്റ്റ് ടാക്സ് എന്തിൻ്റെ മുകളിലാണ്. ഇപ്പോൾ ഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾ ഏതാണ്, ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ടാക്സ് ഇപ്പോൾ നിലവിലുള്ളത് എന്താണ്, ഇൻകം ടാക്സ് ആണ് അല്ലേ. അപ്പോൾ നോർമലി ഡയറക്റ്റ് ടാക്സ് ലെവി ചെയ്യുന്ന ഇതാണ് ഇൻകം. ഓക്കെ, ഇൻകം ഓഫ് ദ പേഴ്സൺ, ഒരു പേഴ്സൻ്റെ ഇൻകത്തിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്, ലെവി ചെയ്യുന്നത് അല്ലേ. വെൽത്ത് ഉണ്ടായിരുന്നു, വെൽത്ത് ടാക്സ് ഉണ്ടായിരുന്നു, പക്ഷേ വെൽത്ത് ടാക്സ് ഇപ്പോൾ അബോളിഷ് ചെയ്തപ്പോൾ നമുക്കിപ്പോൾ പറയാം, നമുക്ക് ഇറ്റ് ഈസ് ലെവിഡ് ഓൺ ദ ഇൻകം ഓഫ് എ പേഴ്സൺ ആണെങ്കിൽ. നേരെ മറിച്ച് ഇവിടെ ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ ഒരാളുടെ ഇൻകത്തുമ്പിലാണ് ഇൻഡയറക്റ്റ് ടാക്സ് GST ചാർജ് ചെയ്യുന്നത് അല്ലെ, പകരം സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിലാണ് അല്ലേ. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സെയിൽ അല്ലെങ്കിൽ സെയിൽ എന്നുള്ള വേർഡിനേക്കാളും ഇത് നമുക്ക് GSTയിൽ പഠിക്കുന്ന സപ്ലൈ എന്നുള്ള വേർഡാണ് അല്ലേ. അപ്പോൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിലാണ് നമുക്ക് എന്ത് വരുന്നത്, GST അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് വരുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതിപ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി ആണെങ്കിലും ഗുഡ്സിൻ്റെ ഇമ്പോർട്ടുമ്പോൾ അതുപോലെ തന്നെ സർവീസുമ്പോഴൊക്കെയാണ് നമുക്ക് എന്ത് വരുന്നത്, ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സുകൾ വരുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ഒരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാവുന്നത് ഈ ടാക്സ് ബേർഡൻ. ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ കേസിൽ എനിക്ക് കിട്ടുന്ന വരുമാനത്തിന് എൻ്റെ പ്രൊഫഷണൽ ചാർജസിന് ഞാൻ തന്നെയാണ് എന്ത് ടാക്സ് കൊടുക്കുന്നത്. അതിൻ്റെ ബേർഡൻ, ഇപ്പോൾ ടാക്സ് ബേർഡൻ ഇപ്പോൾ എൻ്റെ മുകളിലാണെങ്കിൽ അത് എനിക്ക് മറ്റൊരാൾ തലയിലോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ടാക്സ് മാറ്റാൻ പറ്റില്ല. ഞാൻ തന്നെ എന്ത് ചെയ്യണം, ആ ടാക്സ് കൊടുക്കണം. അപ്പോൾ ആ ടാക്സ് ബേർഡൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ടാക്സ് ബേർഡൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സ് ബേർഡൻ cannot be shifted അല്ലെ, cannot be shifted. നേരെ മറിച്ച് ഇൻഡയറക്റ്റ് ടാക്സ് ഒന്ന് ആലോചിച്ച് നോക്കിയേ.
ടാക്സ് ബോർഡ്. ഇപ്പോൾ നമുക്കറിയാം സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നടത്തുമ്പോൾ ഇപ്പോൾ ലുലു മാളിൻ്റെ മുകളിൽ ലുലു മാൾ ഒരു ലാപ്ടോപ്പ് വിൽക്കുന്ന സമയത്ത് ലുലു കണക്ട് ഒരു ലാപ്ടോപ്പ് വിൽക്കുമ്പോൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ലെവി ചെയ്യുന്നത് ആരുടെ മുകളിലാണ്? ലുലുവിൻ്റെ മുകളിലാണ്. പക്ഷേ ലുലു മാൾ അടക്കമുള്ള ആ ടാക്സ്, ആ ടാക്സ് ബേർഡൻ ആരുടെ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്? ആ ലാപ്ടോപ്പ് വാങ്ങിച്ച ബയറിൻ്റെ മുകളിലോട്ട് അല്ലേ. സോ ബയറിൽ നിന്ന് ആ ടാക്സ് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലുലു മാളുടെ ടാക്സ് ബേർഡൻ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏത് കേസിൽ? ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് ടാക്സ് ബേർഡൻ എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ ബി ഷിഫ്റ്റഡ് അല്ലേ, ക്യാൻ ബി ഷിഫ്റ്റഡ്. ഓക്കെ, സോ ക്യാൻ ബി ഷിഫ്റ്റഡ്. അപ്പോൾ ഈ 4 പോയിന്റ് മനസ്സിലായി. ഏതൊക്കെയാണ്? ഫസ്റ്റ്, ടാക്സ് ഡയറക്ട്ലി ടു ഗവൺമെന്റ് ആണ് അടക്കുന്നത് ബൈ ദ ബെനിഫിഷ്യറി. നേരെ ഇൻഡയറക്ട് ടാക്സിലാണെങ്കിലോ ഇൻഡയറക്ട്ലി ടു ഗവൺമെന്റ് ആണ് അല്ലേ. ഇനി അതുപോലെ തന്നെ ഡയറക്ട് ടാക്സിന്റെ കേസിൽ നമുക്ക് ഇമ്പോസ് ചെയ്യുന്നതും അതുപോലെ തന്നെ കളക്ട് ചെയ്യുന്നതും സെയിം ആളെ കയ്യിൽ നിന്നാണെങ്കിൽ, സെയിം പേഴ്സന്റെ കയ്യിൽ നിന്നാണെങ്കിൽ, ഇൻഡയറക്ട് ടാക്സിന്റെ കേസിൽ ഇമ്പോസ് ആൻഡ് കളക്ട് ചെയ്യുന്നത് എന്താണ്? ഡിഫറൻറ്റ് പേഴ്സന്റെ കയ്യിൽ നിന്നാണ്, ഡിഫറൻറ്റ് ആളെ കയ്യിൽ നിന്നാണ് ചെയ്യുന്നത്. ഇനി ഇൻകം, നോർമലി ഡയറക്ട് ടാക്സ് ലെവി ചെയ്യുന്നതിന്റെ മുകളിലാണ്, ഇൻകത്തിന്റെ മുകളിലാണെങ്കിൽ ഇൻഡയറക്ട് ടാക്സ് എങ്ങനെയാണ്? സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിലാണ് ഇൻഡയറക്ട് ടാക്സ് വരുന്നത്. അതുപോലെ തന്നെ ഡയറക്ട് ടാക്സിന്റെ ബേർഡൻ നമുക്ക് മറ്റൊരാളുടെ ഇതിലോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇൻഡയറക്ട് ടാക്സിന്റെ കേസിൽ നമുക്ക് സപ്ലയർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമറെ കയ്യിൽ നിന്ന് ആ ടാക്സ് കളക്ട് ചെയ്തിട്ട് ആ ടാക്സ് ബേർഡൻ മറ്റൊരാളുടെ മുകളിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഡയറക്ട് ടാക്സിന്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, പൈസ കൂടുതലുള്ള ആൾക്കാർ അല്ലേ, അതായത് കൂടുതൽ വരുമാനമുള്ള ആൾക്കാർ കൂടുതൽ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാക്കുക. അതായത് വരുമാനത്തിൻ്റെ അളവ് കൂടുന്തോറും ടാക്സ് റേറ്റ് കൂടി വരുന്ന ഒരു സിസ്റ്റമാണ് ഡയറക്ട് ടാക്സിൻ്റെ കേസിൽ. ഓക്കെ, ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ വരുമാനമുള്ള ആളും 50 ലക്ഷം രൂപ വരുമാനമുള്ള ആളും 5 കോടി വരുമാനമുള്ള ആളും സെയിം ലെവലിലല്ല ടാക്സ് വരുന്നത്. പെർസെൻറ്റേജിൽ ഡിഫറൻസ്. നോർമലി ഇന്ത്യ ഫോളോ ചെയ്യുന്നത് സ്ലാബ് റേറ്റ് സിസ്റ്റമാണ് വരുന്നത്. ഓക്കെ, നേരെ ഇൻഡയറക്ട് ടാക്സിൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ടാക്സ് ഉള്ള ഒരു ലാപ്ടോപ്പ് തന്നെ, ഓക്കെ, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു എംപ്ലോയി, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനോ അല്ലെങ്കിൽ ഹൈ നെറ്റ് വർത്തുള്ള കോടികൾ വരുമാനമുള്ള ഒരാൾ വാങ്ങിക്കുകയാണ്, എല്ലാവർക്കും ടാക്സ് റേറ്റ് എന്താണ്? സെയിം ആണ്. അപ്പോൾ ഡയറക്ട് ടാക്സ് നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, ഡയറക്ട് ടാക്സിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇൻകം ലെവൽ നമ്മൾ എക്സ് ആക്സിസിലും, ഓക്കെ, അതുപോലെ തന്നെ ടാക്സിൻ്റെ ലെവൽ നമ്മൾ വൈ ആക്സിസിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ 0 എന്നുള്ള പോയിന്റ് അല്ലേ. സോ 0 ആണ് നമ്മൾ വരുമാനമെങ്കിൽ 0 ടാക്സ് ആണ്. സോ വരുമാനം നമ്മൾ കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും? ടാക്സ് ഇങ്ങനെ കൂടി പോകും. അപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രസീവ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഡയറക്ട് ടാക്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ. സോ ഒരു പ്രോഗ്രസീവ് ടാക്സേഷൻ ആണ് ഇവിടെ വരുന്നത്, ഡയറക്ട് ടാക്സിൽ വരുന്നത്. അപ്പോൾ നേരെ മറിച്ച് ഇൻഡയറക്ട് ടാക്സിൻ്റെ കേസിലാണെങ്കിൽ ഇവിടെ നമ്മൾ എക്സ് ആക്സിസിൽ നമ്മളുടെ ഇൻകം, ഇവിടെ നമുക്ക് ടാക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സാധാരണക്കാരായിട്ടുള്ള ഇപ്പോൾ ഒരു ബെഗർ, ഏറ്റവും പാവപ്പെട്ട ഒരാൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിലും യൂസുഫ് അലിക്ക് അല്ലെങ്കിൽ അംബാനി ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിലും ടാക്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അവിടെ ആളെ നോക്കിയിട്ട് ടാക്സ് മാറ്റുന്ന പരിപാടി അവിടെ ഇല്ല. ഇൻഡയറക്ട് ടാക്സിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഇൻകം ലെവൽ നോക്കാതെ നമ്മൾക്ക് എന്ത് ചെയ്യും? ടാക്സ് എന്തായിരിക്കും? ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈനായിട്ട് വരികയാണെങ്കിൽ, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻകം ഈ ലെവലിൽ നിൽക്കുന്ന ആളും ഇൻകം ഈ ലെവലിൽ നിൽക്കുന്ന ആളും ഇപ്പോൾ ഇൻകം ഈ ലെവലിൽ നിൽക്കുന്ന ആളും കൊടുക്കുന്ന ടാക്സ് ഒക്കെ എന്ത് തന്നെയാണ്? സെയിം എമൗണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻഡയറക്ട് ടാക്സിന് നമുക്ക് പൊതുവെ നമ്മൾ പറയുന്നതാണ് റിഗ്രസീവ് സിസ്റ്റമാണ് ഇൻഡയറക്ട് ടാക്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതും ഒരു ഡിഫറൻസ് ആണ്. അപ്പോൾ ഡയറക്ട് ടാക്സ് എങ്ങനെയാണെങ്കിൽ പ്രോഗ്രസീവ് ആണെങ്കിൽ ഇൻഡയറക്ട് ടാക്സ് എങ്ങനെയാണ്? റിഗ്രസീവ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 പോയിന്റ് അറിഞ്ഞിരിക്കുക. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിൽ? ഡയറക്ട് ടാക്സ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ്. എന്തൊക്കെയാണ് ഡിഫറൻസ്? ഒന്ന്, ഡയറക്ട് ടാക്സ് ഡയറക്ട്ലി ബെനിഫിഷ്യറി എന്ത് ചെയ്യുന്നു? പേയ്മെന്റ് ചെയ്യുമ്പോൾ. ഇൻഡയറക്ട് ടാക്സ് നമ്മൾ ഇൻഡയറക്ട്ലി ആണ് ഗവൺമെന്റിലോട്ട് പേ ചെയ്യുന്നത്. അവിടെ ഡയറക്ട് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതും അതുപോലെ തന്നെ കളക്ട് ചെയ്യുന്നതും സെയിം പേഴ്സന്റെ കയ്യിൽ നിന്നാണെങ്കിൽ, ഇൻഡയറക്ട് ടാക്സ് ആണെങ്കിലോ ഇമ്പോസ് ആൻഡ് കളക്റ്റഡ് ഫ്രം ഡിഫറെന്റ് പേഴ്സൺസ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഡയറക്ട് ടാക്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ മുകളിലാണ് ഇമ്പോസ് ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് നമുക്ക് ആ ബേർഡൻ എന്ത് ചെയ്യാൻ പറ്റില്ല? ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഇൻഡയറക്ട് ടാക്സിൽ നമുക്ക് ആ ബേർഡൻ എന്ത് ചെയ്യാൻ പറ്റും? ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഡയറക്ട് ടാക്സിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇൻകം ടാക്സ് അല്ലേ. അപ്പോൾ ഡയറക്ട് ടാക്സ് ലെവി ചെയ്യുന്നത് നോർമലി ഒരാളുടെ പേഴ്സന്റെ ഇൻകത്തിന്റെ മുകളിലാണ് അല്ലേ. നേരെ മറിച്ച് ഇൻഡയറക്ട് ടാക്സ് ചാർജ് ചെയ്യുന്നത് എവിടെയാണ്? സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിലാണ്. ഇനി ഡയറക്ട് ടാക്സ് റിച്ച് പീപ്പിൾ കൂടുതൽ ടാക്സ് കൊടുക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രോഗ്രസീവ് ടാക്സേഷൻ സിസ്റ്റമാണ് ഡയറക്ട് ടാക്സ് ഫോളോ ചെയ്യുന്നത്. ഇൻഡയറക്ട് ടാക്സിലാണെങ്കിൽ റിഗ്രസീവ് ആണ്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെവൽ ഓഫ് ഇൻകം ടാക്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് വരുന്നത് ഈ ഒരു
ടാക്സ് നമ്മളിപ്പോൾ ടൈപ്പ് ഓഫ് ടാക്സും അതുപോലെ തന്നെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ടാക്സുകളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു, ആർട്ടിക്കിൾ 265 അല്ലെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മദർ ഓഫ് ഓൾ ലോസ് ആണെന്നാണ്. ഓക്കെ, മദർ ഓഫ് ഓൾ ലോസ് ആണ് എന്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അപ്പോൾ ഈ ടാക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടാക്സ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 265 കുറിച്ച് നമ്മൾ ഓൾറെഡി എന്തുണ്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. ആർട്ടിക്കിൾ 265 അല്ലെ, ആർട്ടിക്കിൾ 265 എന്താ പറയുന്നത്, നോ ടാക്സ്, മുഴുവനായിട്ട് എഴുതുന്നില്ല നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. നോ ടാക്സ് ഷാൾ ബി ലെവീഡ് ഓർ കളക്റ്റഡ് എന്നാണ്. സോ നോ ടാക്സ് ഷാൾ ബി ലെവീഡ് ഓർ കളക്റ്റഡ് എന്നാണ്. ഓക്കെ, നമ്മൾ ഡീപ്പായിട്ട് ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓർ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തത്. ഓക്കെ, സോ നോ ടാക്സ് ഷാൾ ബി ലെവീഡ് ഓർ കളക്റ്റഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ ലെവി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഗവൺമെൻറ് എന്ത് ചെയ്യുക, ചാർജ് ചെയ്യുക, ഇമ്പോസ് ചെയ്യുക, നമ്മളെ പോലെ ചുമത്തുക. ഓക്കെ, മലയാളത്തിൽ പറയുന്നത് ടാക്സ് ചുമത്തുക. എന്നാൽ മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് യൂസ് ചെയ്ത വേർഡ് ലെവീഡ് ഓർ കളക്റ്റഡ് എന്നല്ല, ശരിക്കും പറഞ്ഞാൽ ലെവീഡ് ഓറിന് വരെ ലെവീഡ് ആൻഡ് കളക്റ്റഡ് എന്നല്ല പറയാം. കാരണം ലെവീഡ് ഓർ കളക്റ്റഡ് ലെവി ചെയ്യാനോ കളക്ട് ചെയ്യാനോ പാടില്ല എന്നാണ്. പക്ഷേ ലെവി ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, കളക്ട് ചെയ്യാൻ പാടില്ലല്ലോ. അല്ല, ഒരു കാര്യം നമ്മളെ മുകളിൽ കളക്ട് ചെയ്യണം. ഇപ്പം നിങ്ങളെ മുകളിൽ ഫീസ് ഞാൻ കളക്ട് ചെയ്യണമെങ്കിൽ അതിന് നിങ്ങളെ മുകളിൽ ഫീസ് ആദ്യം ചുമത്തിയിട്ടുണ്ട്. അപ്പം ലെവി ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ലെവി ചെയ്യാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കളക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറയേണ്ടത് ശരിക്കും ഞാൻ പറയാം ലെവീഡ് ആൻഡ് കളക്റ്റഡ് എന്നല്ലേ. പക്ഷേ ഈ ആർട്ടിക്കിളിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് യൂസ് ചെയ്തുള്ളത് ലെവീഡ് ഓർ കളക്റ്റഡ് എന്നാണ്. ബിക്കോസ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ആർട്ടിക്കിളിൽ പറയുന്നൊരു വേഡിങ്സ് ഒരു നെഗേഷൻ, ഒരു നെഗറ്റീവ് സെൻസിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോ ടാക്സ് ഷാൾ ബി ലെവീഡ് ഓർ കളക്റ്റഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു പോസിറ്റീവ് സെൻസിലോട്ട് മാറ്റുകയാണെങ്കിൽ ശരിക്കും നമ്മൾ വായിക്കേണ്ടത് ടാക്സ് ക്യാൻ ബി ലെവീഡ് ആൻഡ് കളക്റ്റഡ്. അങ്ങനെ ടാക്സ് ക്യാൻ ബി ലെവീഡ് ആൻഡ് കളക്റ്റഡ് ഓൺലി ബൈ ദ അതോറിറ്റി ഓഫ് ലോ എന്നാണ്. ശരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തുള്ള എങ്ങനെയാണ് ആർട്ടിക്കിൾ 265 പറഞ്ഞത്, നോ ടാക്സ് തുടങ്ങുന്ന തന്നെ നെഗേഷനിലാണ്. ഓക്കെ, നോ ടാക്സ് ഷാൾ ബി ലെവീഡ് ഓർ കളക്റ്റഡ് എക്സെപ്റ്റ് ബൈ അതോറിറ്റി ഓഫ് ലോ. അപ്പൊ നിയമത്തിന്റെ അധികാരമില്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ടാക്സ് ലെവി ചെയ്യാനോ കളക്ട് ചെയ്യാനോ പാടില്ല എന്നാണ്. ഓക്കെ, അപ്പൊ അതാണ് നോ ടാക്സ് ഷാൾ ബി ലെവീഡ് ഓർ കളക്റ്റഡ് എക്സെപ്റ്റ് ബൈ അതോറിറ്റി ഓഫ് ലോ. ഇത് നെഗറ്റീവ് സെൻസിലാണ് കൊടുത്തുള്ളത്. അത് തന്നെ പോസിറ്റീവ് സെൻസിലോട്ട് മാറ്റാണ് നമ്മൾ എങ്ങനെ പറയേണ്ടത്, ടാക്സ് ക്യാൻ ബി ചാർജഡ് അല്ലെങ്കിൽ ടാക്സ് ക്യാൻ ബി ലെവീഡ് ആൻഡ് കളക്റ്റഡ്. ഓക്കെ, ടാക്സ് ക്യാൻ ബി ലെവീഡ് ആൻഡ് കളക്റ്റഡ് ഓൺലി ബൈ അതോറിറ്റി ഓഫ് ലോ. ഓക്കെ, അല്ലെങ്കിൽ ടാക്സ് ഷാൾ ബി ലെവീഡ് ആൻഡ് കളക്റ്റഡ്. ഓക്കെ, അപ്പോൾ ടാക്സ് പോസിറ്റീവ് സെൻസിൽ പറയുമ്പോൾ ടാക്സ് ഷാൾ ബി ലെവീഡ് ആൻഡ് കളക്റ്റഡ് ഓൺലി ബൈ അതോറിറ്റി ഓഫ് ലോ. നിയമത്തിൻ്റെ അധികാരത്തിൽ മാത്രമേ ടാക്സ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ലെവി ചെയ്യാനും എന്ത് ചെയ്യാനും പറ്റുള്ളൂ, കളക്ട് ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, അതാണ് ആർട്ടിക്കിൾ 265 എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ടാക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, മദർ ഓഫ് ഓൾ ലോസ് ആണ്. ഇനി എങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, നമുക്ക് ചെറിയ ക്ലാസ്സുകളിലേക്ക് നമ്മൾ ക്വിസ് കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്, അല്ലെങ്കിൽ ആരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നൊരു പേരാണ് അല്ലേ, BR അംബേദ്കർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത് BR അംബേദ്കർ പ്ലസ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്നുള്ളൊരു കമ്മിറ്റിയും കൂടെ അവരും കൂടെ ചേർന്നിട്ടാണ്. ഓക്കെ, BR അംബേദ്കറും കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയും കൂടെ ചേർന്നിട്ടാണ് എന്തെങ്കിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നിലവിൽ വന്ന ഡേറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ ആയിട്ട് 1950. ഓക്കെ, 1950 ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് അല്ലേ. പക്ഷേ ആക്ച്വലി അതിന് മുമ്പേ തന്നെ, കാരണം നമ്മളിപ്പോൾ ലാസ്റ്റ് നവംബർ മാസം നോക്കുകയാണെങ്കിൽ നവംബർ 26 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ആഘോഷിച്ചിരുന്നത്. എത്ര പേര് ഓർക്കുന്നുണ്ടെന്നറിയില്ല, ആലോചിച്ച് നോക്കുക. ഇന്ത്യയിൽ റിപ്പബ്ലിക് ഡേ ജനുവരി 26 ആണെങ്കിലും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുന്നത് നവംബർ 26. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 1949. ഓക്കെ, 1949. അപ്പോൾ അതായത് റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാൽ 1950 ജനുവരി 26. 1949 നവംബർ 26 ആക്ച്വലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റെഡി ആയിരുന്നു. ഓക്കെ, സോ ഭരണഘടന കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു, നിലവിൽ വരാനുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു. ഓക്കെ, പക്ഷെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ 1930 സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ഇന്ത്യയുടെ ഒരു ഫ്രീഡം ഫൈറ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു
സ്വദേശി മൂവ്മെന്റ് അതിൻ്റെ ഓർമ്മയ്ക്ക് അത് നടന്ന 1930 ജനുവരി 26-നാണ്. ഓക്കെ, അപ്പോൾ 1930 ജനുവരി 26 നടന്ന സ്വദേശി മൂവ്മെന്റിനെ അതിനെ ഒന്ന് ഓർക്കണം. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് ഏത് ഡേറ്റിലോട്ട് മാറ്റിയത്, ജനുവരി 26 മാറ്റിയത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1949 നവംബർ 26 എന്തായിരുന്നു, റെഡി ആയിരുന്നു. ഓക്കെ, പക്ഷെ 1930 ജനുവരി 26 എന്തുണ്ടായിരുന്നു, സ്വദേശി മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഓർമ്മയ്ക്ക് നമ്മൾ ഗവൺമെൻറ് എന്ത് പറഞ്ഞു, നമ്മൾ പറഞ്ഞു 1930 ജനുവരി 26 ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം 1950, കാരണം സ്വാഭാവികം 49 നവംബർ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ജനുവരി 1950 ജനുവരി അല്ലേ, 1950 ജനുവരി 26 നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം, അഡോപ്റ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് 1950 ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് മാറിയത്. ഓക്കെ, പക്ഷേ സ്റ്റിൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് നവംബർ 26 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഓക്കെ, ഇനി തിരിച്ചു വരാം. അപ്പോൾ പറഞ്ഞു ആർട്ടിക്കിൾ 265 നോ ടാക്സ് ഷാൾ ബി ലെവീഡ് ഓർ കളക്റ്റഡ് എക്സെപ്റ്റ് ബൈ അതോറിറ്റി ഓഫ് ലോ. നിയമം ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സ് ചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ നിയമം വേണം അല്ലേ, നിയമം ഉണ്ടാക്കുന്നത് ആരാണ്, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും നിയമസഭ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. സോ അതുപോലെ തന്നെ നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ് രീതിയിൽ നമ്മൾ പാർലമെന്റ് എന്ന് പറയും. അപ്പോൾ ഈ നിയമം ഉണ്ടാക്കാനുള്ള അധികാരം ആർട്ടിക്കിൾ 245 ഓക്കെ, ആർട്ടിക്കിൾ 245 അപ്പോൾ 265 നിയമം വേണമെന്ന് പറയുന്നത്. അതിന് മുമ്പ് തന്നെ ആർട്ടിക്കിൾ 245 ഒരു പവർ ടു മേക്ക് ലോ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ, പവർ ടു മേക്ക് ലോസ്. ഓക്കെ, അതായത് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം. അപ്പോൾ ഇതെങ്ങനെയാണ് വിധിച്ചത്, നമുക്കറിയാം നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ കൺട്രിയാണ്. ഓക്കെ, ഒരു 100% ഫെഡറൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു കോസി ഫെഡറൽ, ദാറ്റ് ഈസ് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സെൻട്രൽ ഗവൺമെൻറ്റും പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് സ്ട്രോങ് അല്ലാത്ത ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ചേർന്നിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതാണ് നമ്മളൊരു കോസി ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പാർലമെൻറ്റും, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മളുടെ നിയമസഭ, ലെജിസ്ലേച്ചർ അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ലോക്സഭ ഉണ്ട്, ഓക്കെ, രാജ്യസഭ ഉണ്ട്, പിന്നെ നമ്മൾ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റ് സൈൻ ചെയ്യുമ്പോഴാണ് ഒരു നിയമം വരുന്നത്. അപ്പോൾ നമ്മൾ ലോക്സഭ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 543 മണ്ഡലങ്ങളാണ്, നമുക്ക് ലോക്സഭാ മണ്ഡലങ്ങളാണ് നമ്മുടെ രാജ്യം മുഴുവനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് പകുതി 50% എന്ന് പറയുമ്പോൾ നമുക്കൊരു 272 ഓക്കെ, 272, 543 മെജോറിറ്റി എന്ന് പറയുമ്പോൾ 271 കറക്റ്റ് പകുതിയാവും. പിന്നെ ഒരു മെജോറിറ്റിക്ക് വേണ്ടി 272 സീറ്റുകൾ കിട്ടുമ്പോഴാണ് നമ്മളത് ഗവൺമെൻറ് ഉണ്ടാക്കുന്നത് പറയുന്നത്. ഓക്കെ, 272 സീറ്റെങ്കിലും കിട്ടണം. അപ്പോൾ ഈ 272 സീറ്റ് കിട്ടി ഏതെങ്കിലും ഒരു കക്ഷി, ഏതെങ്കിലും ഒരു മുന്നണി എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് ഉണ്ടാക്കുന്നു. ഓക്കെ, അങ്ങനെ അത് ലോക്സഭ. അപ്പോൾ ലോക്സഭയിലോട്ടുള്ള മെമ്പേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ത്രൂ എലക്ഷനിലൂടെയാണ് അല്ലേ. ഈ എലക്ഷനിലൂടെ സെലക്ട് ചെയ്യുന്ന ലോക്സഭ, പിന്നീട് രാജ്യസഭയിൽ നമ്മൾ സെലക്ഷനാണ്. ഓക്കെ, ലോക്സഭയിൽ എലക്ഷൻ ആണെങ്കിൽ രാജ്യസഭയിൽ സെലക്ഷനാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ പ്രസിഡന്റും കൂടി സൈൻ ചെയ്യുമ്പോഴാണ് ഒരു മാറ്റർ നമ്മളൊരു പാർലമെന്റിൽ, അഥവാ പാർലമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഫ്ലോ വരുന്നത് ലോക്സഭ, രാജ്യസഭ, ഇന്ത്യൻ പ്രസിഡന്റ്. പക്ഷെ ഒരു നിർബന്ധവും ഇല്ല ലോക്സഭ ആദ്യം വരണം പിന്നെ രാജ്യസഭ എന്നുള്ളത്. വേണമെങ്കിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചിട്ട് പിന്നെ എന്താ പറയുക ലോക്സഭയിൽ അവതരിപ്പിച്ചാലും മതി, അതിന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എനിവേ, അപ്പോൾ നമ്മളൊരു നിയമം, നമ്മുടെ രാജ്യത്ത് പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കുന്ന നോർമൽ ഫ്ലോ വരുന്നത് ലോക്സഭ, രാജ്യസഭ, അതുപോലെ ഇന്ത്യൻ പ്രസിഡന്റ് ഒരു ബില്ല് എന്ത് ചെയ്യുമ്പോൾ സൈൻ ചെയ്യുമ്പോഴാണ് അത് എന്തായി മാറുന്നത്, ആക്ട് ആയിട്ട് മാറുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ സംസ്ഥാനങ്ങളിലാണെങ്കിലും ഓക്കെ ലെജിസ്ലേച്ചർ ഓഫ് ദി സ്റ്റേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോവർ ഹൗസ്, ഓക്കെ, സോ അതുപോലെ തന്നെ ലാസ്റ്റ് ഇന്ത്യൻ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ ഇവിടെയും നമുക്ക് വിധാൻസഭ, വിധാൻ പരിഷത്ത്, അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റിന് പകരം ഗവർണർ. ഓക്കെ, അങ്ങനെ 3 തന്നെയാണ് എവിടെയും വരുന്നത്, സ്റ്റേറ്റുകളിലും വരുന്നത്. അപ്പോൾ പാർലമെന്റ് നമ്മൾ പറഞ്ഞത്, പാർലമെന്റിൽ എങ്ങനെയാണ് ലോക്സഭ, രാജ്യസഭ, ഇന്ത്യൻ പ്രസിഡന്റ്, ആ രീതിയിലാണ് വരുന്നത്. ആ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം ഇന്ത്യ മുഴുവൻ അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഓൾ ഓഫ് ഇന്ത്യ അല്ലെ. നേരെ മറിച്ച് ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന ഒരു നിയമം, ദാറ്റ് ഈസ് വിധാൻസഭ, വിധാൻ പരിഷത്ത്, പിന്നെ ഗവർണർ, സ്റ്റേറ്റ് ഗവർണർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റിന്റെ നിയമമായി.
അത് ആ സ്റ്റേറ്റ് മുഴുവനോ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളോ ആണ് എന്ത് ചെയ്യുക അപ്ലിക്കബിൾ ആവുക. അപ്പോൾ ആർട്ടിക്കിൾ 245 പറയുന്നത് പവർ ടു മേക്ക് ലോ ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നിയമം ഉണ്ടാക്കാനുള്ള അധികാരം ആർക്കൊക്കെ കൊടുക്കുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് അഥവാ പാർലമെന്റിന് കൊടുക്കുന്നുണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും കൊടുക്കുന്നുണ്ട്. ഇന്ത്യ മുഴുവനും അപ്ലിക്കബിൾ ആവുന്ന ഒരു നിയമം ആരുണ്ടാക്കണം, പാർലമെന്റും അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റിന് അപ്ലിക്കബിൾ ആവുന്ന നിയമങ്ങൾ ആരുണ്ടാക്കണം, നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഉണ്ടാക്കണം. അപ്പം അങ്ങനെയാണ് പവർ ടു മേക്ക് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 245 കഴിഞ്ഞതിന് ശേഷം ആർട്ടിക്കിൾ 246 എനിക്ക് തൊട്ടടുത്തതിൽ ഏതൊക്കെ വിഷയങ്ങൾ, കാരണം പവർ ടു മേക്ക് ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ടാക്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ്. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് പവർ ടു മേക്ക് ലോ സെൻട്രൽ ഗവൺമെന്റിനും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന് അഥവാ നമ്മൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള പവർ ഉണ്ട്. അപ്പോൾ ഒരു ടോപ്പിക് ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സിനെ കുറിച്ച് സെൻട്രൽ ഗവൺമെന്റ് പറയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാനായിട്ട് ഇപ്പോഴത്തെ സെൻട്രൽ ഗവൺമെന്റിൽ ഇപ്പോൾ മോദി പറയാണ്, മോദി ഇൻകം ടാക്സ് അല്ലെങ്കിൽ സെൻട്രൽ ഇൻകം ടാക്സ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻകം, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഇൻകത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നു, സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് ചാർജ് ചെയ്യുന്നു, സെൻട്രൽ ഇൻകം ടാക്സ് ആക്ട് ഉണ്ടാക്കുന്നു. ഇതേ ഇൻകത്തുമ്പോൾ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഇൻകം ടാക്സ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ് ലെവലിൽ നിന്ന് ഇൻകം ടാക്സ് ചാർജ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ പവർ ടു മേക്ക് ലോയിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, നിയമം ഉണ്ടാക്കാനുള്ള അവകാശം കൊടുത്തിട്ടുള്ളത് അല്ലെ, പവറാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. പക്ഷെ ഏതൊക്കെ കാര്യങ്ങളിലാണ്, ഏതൊക്കെ മാറ്റേഴ്സിലാണ് നിങ്ങൾക്ക് നിയമങ്ങൾ സെൻട്രലിന് ഉണ്ടാക്കാൻ പറ്റുന്നത്, സ്റ്റേറ്റിന് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കാര്യം ആർട്ടിക്കിൾ 245 പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു തല്ലൂട്ടം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരേ ടോപ്പിക്കുമ്പോൾ തന്നെ ഇവർ നിയമങ്ങൾ മൾട്ടിപ്പിൾ നിയമങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് അന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന ആൾക്കാർ മുൻകൂട്ടി കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 245 നിന്ന് ആർട്ടിക്കിൾ 246 വരുമ്പോൾ ആർട്ടിക്കിൾ 246 ഡിവിഷൻ ഓഫ് പവർ ആണ്. അതായത് തൊട്ട് മുകളിലെ പവർ ഉണ്ടല്ലോ, ഏത് പവർ ടു മേക്ക് ലോ, ആ പവർ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഡിവിഷൻ ഓഫ് പവർ. ഈ ഡിവിഷൻ ഓഫ് പവർ ആർട്ടിക്കിൾ 246 7th ഷെഡ്യൂളിൻ്റെ അകത്താണ് പറയുന്നത്. ഓക്കെ, 7th ഷെഡ്യൂളിലാണ് ഈ പവർ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ 7th ഷെഡ്യൂൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് വെച്ചാൽ, നമ്മൾ ടോട്ടൽ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരങ്ങൾ നമ്മൾ അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് 3 ലിസ്റ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. ലിസ്റ്റ് 1, അതുപോലെ തന്നെ ലിസ്റ്റ് 2, ലിസ്റ്റ് 3. ഓക്കെ, സോ ലിസ്റ്റ് 1 എന്ന് പറയുന്നത് നമ്മളുടെ യൂണിയൻ ലിസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് ഓൺലി പാർലമെന്റിന്റെ കൺട്രോളിൽ വരുന്നത്. ഓക്കെ, സോ പാർലമെന്റ്. ദെൻ ലിസ്റ്റ് 2 എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലാണ്, ദാറ്റ് ഈസ് നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ കീഴിൽ വരുന്നത്. ഓക്കെ, ഇനി ലിസ്റ്റ് 3 എന്ന് പറയുമ്പോൾ നമ്മൾ കൺകറന്റ് ലിസ്റ്റ് എന്നാണ് പറയുക. ഓക്കെ, ബോത്ത് പാർലമെന്റും സ്റ്റേറ്റ് അഥവാ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വരുന്നത്, ആർട്ടിക്കിൾ 246 7th ഷെഡ്യൂളിനകത്ത് 3 ലിസ്റ്റാണ് വരുന്നത്. ലിസ്റ്റ് 1 യൂണിയൻ ലിസ്റ്റ് അഥവാ ഓൺലി പാർലമെന്റിന് മാത്രം നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്. ദെൻ ലിസ്റ്റ് 2 പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്, ഓൺലി സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രം നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. ആൻഡ് ലിസ്റ്റ് 3 വരുന്നത് കൺകറന്റ് ലിസ്റ്റ് ആണ്, ബോത്ത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും എന്ത് ചെയ്യുന്നത് നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ടോപ്പിക്കും. അപ്പം നമുക്കിവിടെ ടാക്സേഷനെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് ഞാൻ എല്ലാത്തിലോട്ടും പോകുന്നില്ല, പകരം ടാക്സുമായി റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് കേസിൽ ഇപ്പോൾ ഈ ലിസ്റ്റ് 1 സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന വിഷയങ്ങൾ ഇങ്ങനെ സീരിയൽ നമ്പർ 1 2 3 4 എന്നിട്ട് ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ളത് ഇവിടെ എൻട്രി നമ്പർ എന്ന് പറയുന്നത്, ആക്ച്വലി എൻട്രി നമ്പർ മീൻസ് ഒരു സീരിയൽ നമ്പർ പോലെയാണ്. ഓക്കെ, അപ്പോൾ എൻട്രി നമ്പർ 82 മുതൽ 82 to 97 വരെ എന്താണ് യൂണിയൻ ലിസ്റ്റിന് ഇതിൽ വരുന്നതാണ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് എൻട്രി നമ്പർ 82, 83, 84. ഓക്കെ, ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ പറയുമ്പോൾ നമ്മൾ ഐസ്ക്രീം എന്നൊക്കെ പറയുന്നതിൻ്റെ അല്ലേ, ഐസ്ക്രീമിൻ്റെ ഫസ്റ്റ് 3 letters നമ്മൾ ഐസ് എടുക്കാം. ദറ്റ് ഈസ് ഐസിൽ ഫസ്റ്റ് എന്താണ് ഐ, ദെൻ അടുത്തത് സി, ദെൻ ഇ അല്ലേ. സോ ഐസ്ക്രീമിൻ്റെ ഐസ്, ദറ്റ് ഈസ് ICE. ദറ്റ് ഈസ് ഐ മീൻ എന്താണ് ഇൻകം ടാക്സ് ആണ് വരുന്നത്. ഐ മീൻസ് ഇൻകം ടാക്സ്. ഓക്കെ, ദെൻ സി മീൻസ് കസ്റ്റംസ്, ഇ മീൻസ് എക്സൈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 246 7th ഷെഡ്യൂളിലെ ലിസ്റ്റ് 1 അകത്ത് പറയുന്ന എൻട്രികളിൽ എൻട്രി നമ്പർ 82 യൂണിയൻ ലിസ്റ്റിൽ പറയുകയാണ് ഇൻകം ടാക്സ് ചാർജ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്, സെൻട്രൽ ഗവൺമെൻറ്റിനാണ്, പാർലമെൻറ്റിനാണ് ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ. അതുപോലെ കസ്റ്റംസ് ഉണ്ടാക്കാനായിട്ട് ആർക്കാണ്, സെൻട്രൽ ഗവൺമെൻറ് ആണ്. എക്സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം ആർക്കാണ്, സെൻട്രൽ ഗവൺമെൻറ് ആണ്, പാർലമെൻറ്റ്. അപ്പോൾ ഈ വിഷയങ്ങൾ ആക്ച്വലി ഇവിടെ പറയുമ്പോൾ ഇൻകം ടാക്സ് അതർ ദാൻ അഗ്രികൾച്ചറൽ ഇൻകം എന്നുള്ളൊരു വേർഡ് ഉണ്ട്, പിന്നെ കസ്റ്റംസ് എക്സൈസ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് അതർ ദാൻ അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകത്തിന് ടാക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ
ടാക്സ് ഇല്ല, അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യും. പക്ഷെ അഗ്രികൾച്ചറൽ ഇൻകത്തിന് മറ്റൊരു രീതിയിൽ ടാക്സ് കാണുന്ന ഒരു പരിപാടിയുണ്ട്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് അഗ്രികൾച്ചറൽ ഇൻകത്തുമ്പോൾ ടാക്സ് വാങ്ങാനുള്ള അധികാരം കൊടുത്തുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് ഇൻഡയറക്ട്ലി അഗ്രികൾച്ചർ ഇൻകത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് ചാർജ് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടേഷൻ പാർട്ട് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. തൽക്കാലം നമ്മൾ മനസ്സിലാക്കുക ND നമ്പർ 82, 83, 84, 82 ഇൻകം ടാക്സ്, 83 കസ്റ്റംസ്, 84 എക്സൈസ്. സാധാരണ MCQ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇന്റർ ലെവലിലൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി സ്റ്റേറ്റ് ലിസ്റ്റിലോട്ട് വരികയാണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ് പൊതുവെ എൻട്രി നമ്പർ ഒരു 45 to 63 ആണ് സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ അകത്ത് വരുന്നത്. അപ്പം അതിൻ്റെ അകത്ത് തന്നെ ഈ 51-ൽ നമുക്ക് വരുന്നത് ഈ ആൽക്കഹോൾ ലിക്കർ. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയം തൊട്ട് സെൻട്രൽ ഗവൺമെൻറ്, ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പറഞ്ഞമാണ് ഈ ആൽക്കഹോൾ എന്ന് പറയുന്നത് അല്ലെ മദ്യമാണ് എല്ലാ തെറ്റുകളുടെയും മാതാവ് എന്ന് പൊതുവെ പറയുമ്പോൾ, അപ്പോൾ ഗാന്ധിജി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മദ്യത്തിൽ നിന്ന് കിട്ടുന്ന ടാക്സ് റവന്യൂ ആർക്ക് വേണ്ട, നമ്മളെ സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ട, നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ട, അതിൽ നിന്ന് ആ ഒരു പാപത്തിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ടെന്നാണ് ആര് പറഞ്ഞത്, ഗാന്ധിജി പറഞ്ഞത്. അപ്പം അന്നേ തൊട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ലെവലിൽ ആൽക്കഹോളിൻ്റെ ടാക്സിനോട് നിന്നുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആൽക്കഹോളിൽ നിന്നുള്ള ടാക്സ് സെൻട്രൽ ഗവൺമെൻറ് മൊത്തത്തിൽ ആൽക്കഹോളിന് ടാക്സ് ചാർജ് ചെയ്യാതിരിക്കുന്നില്ല, ടാക്സ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിലും അത് സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ട, പകരം സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ് കൊടുക്കുന്നത്. ഈവൻ GST വന്നതിന് ശേഷം ആൽക്കഹോൾ ലിക്കർ ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ ആരെ കൺട്രോളിലാണ്, സ്റ്റേറ്റിൻ്റെ കൺട്രോളിലാണ്. അപ്പോൾ എൻട്രി നമ്പർ 51 ആൽക്കഹോൾ ടാക്സ് ആരെ കൺട്രോളിലാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് വിട്ടുകൊടുത്തിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെൻറ് ആകുമ്പോൾ ടാക്സ് ചാർജ് ചെയ്യുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ 46 എന്നുള്ളൊരു എൻട്രി നമ്പറിൽ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചറൽ ഇൻകം അല്ലെ, അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ടാക്സ് വരുന്നത് സ്റ്റേറ്റിനാണെന്ന് നമ്മൾ പറഞ്ഞു. നോർമൽ ഇൻകം ടാക്സ് സെൻട്രൽ ഗവൺമെൻറ്റും അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ടാക്സിനുള്ള പവർ ആണ് സ്റ്റേറ്റാണ്. ശരിക്കും 46 എന്നുള്ള എൻട്രിയിലാണ് അത് പറയുന്നത് അഗ്രികൾച്ചർ. പിന്നെ അതുകൂടാതെ നമുക്ക് 54 സെയിൽസ് ടാക്സ്, എൻട്രി നമ്പർ 54 സെയിൽസ് ടാക്സും, അതുപോലെ തന്നെ 55 അഡ്വർടൈസ്മെൻറ്റ് ടാക്സ്. ഇങ്ങനെയാണ് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾ അറിവിന് വേണ്ടി പറഞ്ഞതാണ്. സോ കൂടി പോലെ ഒരു അഗ്രികൾച്ചറൽ ഇൻകം, കാരണം ഇവിടെ ഇൻകം ടാക്സ് അതർ ദാൻ അഗ്രികൾച്ചറൽ ഇൻകം ആണ്. എൻട്രി നമ്പർ 82 വരുന്ന ഇൻകം ടാക്സ് അതർ ദാൻ അഗ്രികൾച്ചറൽ ഇൻകം. അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്, അതും എൻട്രി നമ്പർ 46 കാര്യം ഒന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കിയേക്കാം. ഓക്കെ, ബാക്കിയുള്ള ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, എക്സാം നോക്കുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഓക്കെ, ഇനി അടുത്തത് കൺകറന്റ് ലിസ്റ്റ് ആണ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ബോത്ത് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ടാക്സേഷൻ മാറ്റർ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരു ടാക്സ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പറയും ആ ടോപ്പിക്കിൽ ടാക്സ് ഞങ്ങൾക്ക് ഉണ്ടാക്കണം, സ്റ്റേറ്റ് ഗവൺമെൻറ് പറയും ആ ടോപ്പിക്കിൽ ടാക്സ് ഞങ്ങൾക്ക് ഉണ്ടാക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരാനുള്ള ഒരു വഴക്കുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺകറന്റ് ലിസ്റ്റിൻ്റെ പ്രത്യേകത ബോത്ത് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊരു ടാക്സ് ആണെങ്കിൽ അവിടെ ഡബിൾ ടാക്സേഷൻ, കാരണം സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ മുകളിൽ ചാർജ് ചെയ്യും, സ്റ്റേറ്റ് ഗവൺമെൻറ് അതിൻ്റെ മുകളിൽ ടാക്സ് ചാർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ടാക്സസ് ഒന്നും വരുന്നില്ല. ഓക്കെ, നോ ടാക്സസ്. ഓക്കെ, കൺകറന്റ് ലിസ്റ്റിൻ്റെ അകത്ത് പറയുന്ന ടോപ്പിക്കുകൾ നോർമലി ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, പകരം ഇന്ത്യയുടെ സെൻസിറ്റീവ് ഇഷ്യൂസ് ആയിട്ടുള്ള ലൈക്ക് നമ്മളുടെ ഡിഫൻസ്, ഡിഫൻസ് സെക്യൂരിറ്റി, എഡ്യൂക്കേഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒന്നാലോചിക്കുക, CBSE സ്കൂളുകളുണ്ട്, സ്റ്റേറ്റ് സ്കൂളുകളിൽ. അപ്പോൾ എഡ്യൂക്കേഷൻ എന്നുള്ള ഇതിൽ സെൻട്രൽ ഗവൺമെൻറ്റിനും ഇടപെടാൻ CBSE സ്കൂളുകളുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് സിലബസ് സ്കൂളുകളുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഡിഫൻസ് സെക്യൂരിറ്റിയിലൊക്കെ ഒന്നാലോചിക്കുക, ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റിലും പോലീസ്, ഓക്കെ, അത് സ്റ്റേറ്റിൻ്റെ കൺട്രോളാണ് അല്ലേ. നമ്മൾ ആഭ്യന്തര വകുപ്പ് എന്നൊക്കെ പറയുന്ന പോലീസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളാണ്. നേരെ മറിച്ച് ഇന്ത്യയിലെ ആർമി, ഓക്കെ, സോ പട്ടാളം, ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ഈ വിഷയങ്ങൾ ഏതൊക്കെ, നമ്മളുടെ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി, എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് ഏതിൽ കവർ ചെയ്യുന്നത്, ലിസ്റ്റ് 3 കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ത്യയിലത്തെ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ ടാക്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പറയുന്നത്. അപ്പോൾ ഇതോടെ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ്സിലെടുത്ത് നമുക്കൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടാക്സുകൾ ഉണ്ടായിരുന്നു അല്ലേ, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ അകത്ത് തന്നെ സർവീസ് ടാക്സ്, സെയിൽസ് ടാക്സ്, അതുപോലെ എക്സൈസ് ഡ്യൂട്ടിയൊക്കെ മെർജ് ചെയ്ത് GST 2017 വന്നപ്പോഴും കസ്റ്റംസ് ഡ്യൂട്ടി ഇപ്പോഴും സെപ്പറേറ്റ് നിലവിൽ ഉണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ ലഗാൻ സിനിമയുടെ കഥയൊക്കെ എക്സൈസ് ഡ്യൂട്ടി എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞിരുന്നു. ഇനി ഡയറക്റ്റ് ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സ് നമ്മൾ വ്യത്യാസങ്ങൾ പറഞ്ഞു. ഡയറക്റ്റ് ടാക്സ് ഒരാളുടെ ഇൻകത്തുമ്പിലാണെങ്കിൽ അവിടെ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസുമ്പിലാണ്. ദെൻ അതുപോലെ ഡയറക്ട്ലി ബെനിഫിഷ്യറി ഡയറക്റ്റ് ടാക്സ് ഗവൺമെൻറ്റിലോട്ട് അടക്കുമ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് ഇൻഡയറക്ട്ലി ആണ് അടക്കുന്നത്. അതുപോലെ തന്നെ അത് ലെവി ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും സെയിം പേഴ്സൺ ആണ്,
ഡയറക്റ്റ് ടാക്സിൽ. പക്ഷേ അത് ഡിഫറെൻറ്റ് പെർസെൻറ്റേജ് ആണ് ഇൻഡയറക്റ്റ് ടാക്സിൽ. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ഈ ഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ ആ ടാക്സ് ബേർഡ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സിൽ നമുക്ക് ആ ടാക്സ് ബേർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡയറക്റ്റ് ടാക്സ് പ്രോഗ്രസീവ് ആണ്, കൂടുതൽ വരുമാനമുള്ളവർ കൂടുതൽ ടാക്സ് കൊടുക്കട്ടെ. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സ് റിഗ്രസീവ് ആണ് അല്ലേ. ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 265 നോ ടാക്സ് ഷാൾ ബി ലെവീഡ് ഓർ കളക്റ്റഡ് എക്സെപ്റ്റ് ബൈ അതോറിറ്റി ഓഫ് ലോ. നിയമമില്ലാതെ ടാക്സ് വാങ്ങിക്കാൻ പറ്റില്ല. ഈ നിയമം ഉണ്ടാക്കാനുള്ള അധികാരം പവർ ടു മേക്ക് ലോ ആർട്ടിക്കിൾ നമ്പർ 245 അകത്ത് ഇന്ത്യ മുഴുവൻ നിയമം ഉണ്ടാക്കാൻ സെൻട്രൽ ഗവൺമെന്റ് പാർലമെന്റിനും സ്റ്റേറ്റുകൾ നിയമം ഉണ്ടാക്കാൻ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ആ ഒരു പവർ ഡിവൈഡ് ചെയ്ത് കൊടുത്ത ആർട്ടിക്കിൾ 246 ഡിവിഷൻ ഓഫ് പവർ ആർട്ടിക്കിൾ 246 7th ഷെഡ്യൂളിൽ 3 ലിസ്റ്റാണ്, ലിസ്റ്റ് 1, ലിസ്റ്റ് 2, ലിസ്റ്റ് 3. ലിസ്റ്റ് 1ന്റെ എൻട്രി നമ്പർ 82, 83, 84 ഇൻകം ടാക്സ്, കസ്റ്റംസ്, എക്സൈസ് അല്ലേ. ദെൻ അതുപോലെ തന്നെ ലിസ്റ്റ് 2ലെ സ്റ്റേറ്റ് ലിസ്റ്റ് നമുക്ക് എൻട്രി നമ്പർ 46 ഇൻകം ടാക്സ് ഓൺ അഗ്രികൾച്ചർ, അതുപോലെ തന്നെ 51 ആൽക്കഹോൾ, 54 സെയിൽസ് ടാക്സ്, 55 അഡ്വർടൈസ്മെന്റ്, അങ്ങനെയുള്ള എൻട്രീസ് വരുന്നത്. അതിനുശേഷം ലിസ്റ്റ് 3 എന്ന് പറയുമ്പോൾ അവിടെ ടാക്സസ് കവേർഡ് അല്ല, പകരം സെൻസിറ്റീവ് ഇഷ്യൂസ് ആയി നമ്മളെ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി, എഡ്യൂക്കേഷൻ പോലെയുള്ള മാറ്റേഴ്സ് ആണ് ലിസ്റ്റ് 3യിൽ കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ പറഞ്ഞത് 1950 ജനുവരി 26 അല്ലേ. സോ നമ്മൾ റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് ആക്ച്വലി അത് എങ്ങനെയായിരുന്നു, 1949 നവംബർ 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റെഡി ആയിരുന്നു. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഇപ്പോഴും എന്ത് ചെയ്യുന്നത് നവംബർ 26 നമ്മൾ ആഘോഷിക്കുന്നത്. പക്ഷേ 1930 നടന്ന സ്വദേശി മൂവ്മെന്റ്, നമ്മളെ സ്വദേശി മൂവ്മെന്റിന്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ 1950 ജനുവരി 26 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യാനുള്ള ഡേറ്റ് ആയിട്ട് നമ്മൾ എന്ത് തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് സ്റ്റിൽ ഇന്ത്യയിൽ 1950 ജനുവരി 26 ആ ഓർമ്മയിലാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ഒഫീഷ്യൽ എന്ത് ചെയ്യുന്നത് ജാനുവരി 26 നമ്മൾ ആഘോഷിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും ബേസിക് ആയിട്ടുള്ള കുറച്ച് കഥകളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആക്ച്വലി ഇതൊന്നും എക്സാമിന് ചോദിക്കുന്നത് ചെയ്യില്ല. പകരം ഈ അറിവുകളൊക്കെ നമ്മളുടെ ലോ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞാൽ എക്സാം പാസ്സാവാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. നമുക്കൊരു 3 ലെവലുണ്ട്. എക്സാം പാസ്സാവുന്നത്, ലോ വായിച്ച് മനസ്സിലാവുന്നത്, ദെൻ നിങ്ങളുടെ കൺസൾട്ടൻസി. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എയിം ചെയ്യുന്നത് കൺസൾട്ടൻസിയാണ്, ഫ്യൂച്ചറാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ ആദ്യത്തെ ഒരു കുറച്ച് ക്ലാസ്സുകൾ, ഏകദേശം ഒരു 5-8 ക്ലാസ്സുകൾ നമ്മൾ ബേസിക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളായിരിക്കും പറയാം. ഒരുപാട് പഴയ കാര്യങ്ങൾ പല സൈഡിൽ നിന്ന് പല ആംഗിളിൽ നമ്മൾ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യും. വൺസ് നിങ്ങളൊരു ഫൗണ്ടേഷൻ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടോപ്പിക്കിലോട്ട് നമ്മൾ കയറി ഇൻഡെപ്ത് ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് പഠിക്കാനും അതുപോലെ തന്നെ ഓർത്ത് വെക്കാനും, പഠിച്ചാൽ മാത്രം പോലെ നമുക്ക് ഓർമ്മ ഉണ്ടാവണമല്ലോ. അപ്പോൾ ആ ഓർമ്മ ഉണ്ടാവാനായിട്ട് നമുക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കഥകളൊക്കെ അറിയുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. മാത്രമല്ല ഈ ഇൻകം ടാക്സിലൊക്കെ പുതിയ അമെൻമെൻറ്റുകൾ വരുമ്പോൾ എല്ലാവട്ടും നമുക്ക് പുതിയ ക്ലാസ്സുകൾ വാങ്ങിക്കാൻ പറ്റില്ല. ഈവൻ ഇൻകം ടാക്സ് ആക്ട് മുഴുവനായിട്ട് മാറുന്നുള്ള, ഡയറക്റ്റ് ടാക്സ് കോഡ് വരുന്നുള്ള ഒരു വാർത്തകൾ നിങ്ങൾ എന്തെങ്കിലും നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ വീണ്ടും ക്ലാസ് വാങ്ങിച്ച് നിങ്ങൾ ഇല്ല, പകരം എന്ത് ചെയ്യാം, നമ്മൾ ഇപ്പോൾ പഠിച്ച ആ ഒരു അറിവ്, ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡീപ്പായിട്ട് ഇൻകം ടാക്സ് ആക്ട് മനസ്സിലാക്കിയുള്ള ഒരാൾക്ക് ഡയറക്റ്റ് ടാക്സ് കോഡ് വന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ പുതിയ നിയമത്തിന് അനലൈസ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും എന്തുകൊണ്ട് ഗവൺമെൻറ് ഈ ചേഞ്ച് കൊണ്ടുവന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടുകൾ നന്നായിട്ട് മനസ്സിലാക്കുക, നല്ലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവാം. ഓക്കെ, താങ്ക് യു.